മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ മുസ്ലിം എന്ന പേരതിൽ ചേർത്തതിലുള്ള പ്രതിഷേധം ആദ്യമായി അറിയിക്കുകയാണ്. മുസ്ലിം ലീഗ് കാബാലിക ലീഗായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 45ഓളം വരുന്ന സുന്നി പ്രവർത്തകരെ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഈ രാഷ്ട്രത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കൊന്നു തള്ളിയിട്ട് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുകയും അവസാനം താൻ പരാജയപ്പെടുന്ന സമയത്ത് ക്രൂരതയോടുകൂടെ ലീഗിന്റെ ഓഫീസുകൾ ആയുധപ്പുരകളാക്കിക്കൊണ്ട് ഈ സമുദായത്തെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റുകൾ രാജ്യത്തെ സമുദായത്തെ ഒന്നായി ഇല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ശ്രമിക്കേണ്ടതില്ല, ഞങ്ങൾ വെട്ടിക്കൊല്ലാൻ തയ്യാറാണെന്ന് പറയുന്ന ഈ കാബാലിക ലീഗിന്റെ വൃത്തികെട്ട, വൃത്തിഹീനമായ പതാകകൾ ഇനിയും രാജ്യത്ത് പൊന്താൻ പാടില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, കൊലപാതകങ്ങളെ കൊണ്ടോ അക്രമങ്ങളെ കൊണ്ടോ നിങ്ങളുടെ ഭീകരമായ താണ്ഡവങ്ങളെ കൊണ്ടോ ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഓരോ കൊലപാതകങ്ങളും ആയിരങ്ങളെയാണ് ഈ പ്രസ്ഥാനത്തിന് സമ്മാനിച്ചു വെച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നാം അറിയേണ്ടത്, ഈ പ്രസ്ഥാനം എന്നുള്ളത് സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. മഹല്ലുകളിൽ, മദ്രസകളിൽ തുടങ്ങി മുഴുവൻ കാലങ്ങളിലും പ്രസ്ഥാനത്തിനെ, ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ചീഞ്ഞു നാറുന്ന പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ ഇനിയും ഈ രാജ്യത്ത് നല്ലവരായ ജനങ്ങൾ വൈകരുത് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രിയപ്പെട്ട ഒരു സഹോദരനെ തള്ളി മാറ്റി. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ, വർഷങ്ങളിൽ എത്രയെത്ര ജീവനുകളെയാണ് ഇല്ലായ്മ ചെയ്തത്. നമ്മുടെ ജില്ലയിൽ തന്നെ കല്യാൺകുഴിയിൽ 2 സഹോദരന്മാരെയാണ് അറുകൊല ചെയ്ത് തള്ളിമാറ്റിയത്. ഇരുളിന്റെ മറുവിൽ കിടന്ന് അക്രമങ്ങൾ കാട്ടുന്നതിന് പകരം സൂര്യന്റെ വെളിച്ചത്തിൽ പോരാട്ടത്തിന് തയ്യാറുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഈ നാട്ടിലെ മുസ്ലിം ലീഗുകാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ആദർശ രംഗത്ത്, ആത്മീയ രംഗത്ത്, രാജ്യത്തിന്റെ സമാധാന രംഗത്ത് വെളിച്ചത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഇരുട്ടിന്റെ മറവിലുള്ള ആയുധങ്ങൾ, മുസ്ലിം ലീഗുകാരന്റെ ആയുധങ്ങളെ ഭയപ്പെടുന്നവരല്ല. ഒരു കാലഘട്ടത്തിൽ ഈ വെള്ള ഡ്രസ് ധരിച്ചാൽ മുസ്ലിം ലീഗുകാരനാകണമെന്ന വാശിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗുകാരന്റെ തെമ്മാടിത്തരങ്ങൾ തുറന്നു കാട്ടുവാനാണ് ഈ വസ്ത്രങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദർശ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അക്രമരംഗത്തിലേക്ക് പോകുന്ന ഈ പാർട്ടി അധികകാല കേരളത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വരും തെരഞ്ഞെടുപ്പുകൾ എന്നല്ല, വരും ദിവസങ്ങൾ ലീഗിന്റെ കബറിടങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും.